നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ബി.ജെ.പിയും CPM-ഉം വരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില കുലങ്കുഷമായ ചർച്ചകളിലും കണക്കെടുപ്പുകളിലുമാണ്. അത്തരത്തിലൊരു കണക്കെടുപ്പിന്റെ ചില വിവരങ്ങൾ പുറത്തു വന്നു. അതിൽ പറയുന്നത് 17 സീറ്റുകളിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്തായിരിക്കും. അതിൽ BJP ജയിക്കുന്ന സീറ്റുകളുമുണ്ട്, CPM ജയിക്കുന്ന സീറ്റുകളുമുണ്ട്. ഇതിൽ 17 സീറ്റിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യും. ആലപ്പുഴ ജില്ലയിലെ കായംകുളം, കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ, പാലക്കാട് ജില്ലയിലെ മലമ്പുഴ തുടങ്ങിയുള്ള 17 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്തായിരിക്കുമെന്നാണ് BJPയുടെയും CPM-ന്റെയും കണക്കുകൂട്ടൽ പറയുന്നത്. മഞ്ചേശ്വരം പോലുള്ള മണ്ഡലങ്ങളിൽ BJP 1-മോ 2-മോ എത്തും. അവിടെ CPM ആയിരിക്കും 3-ാം സ്ഥാനം, പാലക്കാടും CPM ആയിരിക്കും 3-ാം സ്ഥാനം. പക്ഷെ മറ്റ് 17 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ 3-ാം സ്ഥാനത്ത് എത്തുമെന്ന വിലയിരുത്തലാണ്, കണക്കെടുപ്പാണ് ഇപ്പോൾ CPM-ഉം BJP-യും നടത്തുന്നത്. അങ്ങനെ വരുമ്പോൾ 17 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് പോവുകയാണെങ്കിൽ ഭരണം കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് മാത്രമല്ല, BJPക്ക് അവർ കണക്ക് കൂട്ടുന്നത് പോലെ 5-ഓ 6-ഓ സീറ്റുകൾ നിയമസഭയിൽ ഉണ്ടാകും. അതാണ് നേരത്തെ ചാത്തന്നൂർ, കായംകുളം തുടങ്ങിയ സീറ്റുകളെ കുറിച്ച് പറഞ്ഞത്, മലമ്പുഴ തുടങ്ങിയ സീറ്റുകളെ കുറിച്ച് പറഞ്ഞത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിലെ ചില സീറ്റുകളിലും വർക്കല പോലുള്ള സീറ്റുകളിലും കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് വന്നേക്കാം എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അവിടെയും CPM ജയിക്കുകയും BJP 2-ാം സ്ഥാനത്ത് വരികയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അങ്ങനെ CPM 2-ാം സ്ഥാനത്ത് വരികയും BJP 1-ാം സ്ഥാനത്ത് വരികയും ചെയ്യുന്ന സീറ്റുകളിൽ, അല്ലെങ്കിൽ നേരെ തിരിച്ച് CPM 1-ാം സ്ഥാനത്തും BJP 2-ാം സ്ഥാനത്ത് വരികയും ചെയ്യുന്ന സീറ്റുകളിലെല്ലാം കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് പോകും. അങ്ങനെ 17ഓളം സീറ്റുകൾ ഇരു പാർട്ടികളും ഏതാണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലേതാണ്ട് 2 നെയ്യാറ്റിൻകര അടക്കമുള്ള 2 തിരുവനന്തപുരം ജില്ലയിലാണ്. പിന്നെ കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ, കായംകുളം, പാലക്കാട് അടുത്തുള്ള മലമ്പുഴ തുടങ്ങിയ സീറ്റുകളെല്ലാം കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് വരുന്ന സീറ്റുകളാണ്. എന്നു മാത്രമല്ല, 3-ാം സ്ഥാനത്ത് വരുമ്പോൾ, 3-ാം സ്ഥാനത്ത് വരികയാണെങ്കിൽ ആ സീറ്റുകളിൽ ഒന്നുകിൽ BJPയോ അല്ലെങ്കിൽ CPM-ഓ ജയിക്കുമെന്ന് ഏറെക്കുറെ എല്ലാവർക്കും ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ ഭരണം കോൺഗ്രസിനോ UDF-നോ ലഭിക്കാനുള്ള ബുദ്ധിമുട്ടുമുണ്ടാകും. പക്ഷെ ഈ 17 സീറ്റിൽ ജയിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം BJP 30,000-ഓളം വോട്ട് പിടിക്കുന്ന ഏതാണ്ട് 20 മണ്ഡലങ്ങൾ, 30,000-ന് മേൽ വോട്ട് പിടിക്കുന്ന 20 മണ്ഡലങ്ങൾ ഇപ്പോൾ തന്നെ കേരളത്തിലുണ്ട്. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ അടക്കം. തൃപ്പൂണിത്തുറയിൽ 30,000 വോട്ടിൽ കൂടുതലാണ് BJP പിടിക്കുന്നത്. അവിടെ CPM സ്ഥാനാർത്ഥി വിജയിക്കുകയാണെങ്കിൽ, തൃപ്പൂണിത്തുറ മണ്ഡലത്തിന്റെ പ്രത്യേകത കോൺഗ്രസിനും CPM-നും നല്ല ശക്തിയുള്ള മണ്ഡലമാണെങ്കിലും അവിടെ BJP സ്ഥാനാർത്ഥി വീണ്ടും 30,000-ന് മേൽ വോട്ട് പിടിച്ചാൽ CPM സ്ഥാനാർത്ഥി 1-മതും BJP സ്ഥാനാർത്ഥി 2-മതും കോൺഗ്രസ് സ്ഥാനാർത്ഥി 3-മതും വന്നേക്കാമെന്നുള്ള സൂചനയുമുണ്ട്. അങ്ങനെ 3-മത് വരുന്നത് ഒരു ഭീതിയായി, പേടിസ്വപ്നമായി ഇപ്പോൾ കോൺഗ്രസിന്റെ മനസ്സിലുണ്ട്. കാരണം ഈ പറഞ്ഞ 17 സീറ്റിൽ വേണ്ട 13 സീറ്റിലെങ്കിലും കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയാണെങ്കിൽ പിന്നെ ഭരണം കിട്ടുക എന്നുള്ള സ്വപ്നം കുഴിച്ചു മൂടുക തന്നെയാണ് നല്ലതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. കാരണം കോൺഗ്രസിന് ഇത്തരത്തിലുള്ള ഭയമുണ്ട്. കാരണം കണ്ണൂർ ജില്ലയിൽ പോലും കോൺഗ്രസ് ചിലപ്പോൾ 3-ാം സ്ഥാനത്തേക്ക് പോയേക്കാവുന്ന അവസ്ഥ വരുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽ അങ്ങനെയുണ്ട്. കാരണം കാസർഗോഡ് മണ്ഡലത്തിൽ തന്നെ അവിടെ ഇപ്പോൾ BJPയാണ് 3-ാം സ്ഥാനത്ത്, അവിടെ BJP 2-ാം സ്ഥാനത്ത് വരികയും CPM 1-ാം സ്ഥാനത്ത് വരികയും ചെയ്താൽ ചിലപ്പോൾ ലീഗ് സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്ത് പോകുന്നുള്ള ഭയം ലീഗിന് പോലും ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 3-ാം സ്ഥാനത്തേക്ക് പോകുന്നതാണ് കോൺഗ്രസിനെ ഇപ്പോൾ ഭയപ്പെടുത്തുന്നത്. കാരണം 3-ാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ പിന്നെ ഭരണം കിട്ടുക എന്നുള്ളത് സാധ്യമേ അല്ല. 17 സീറ്റിൽ വേണ്ട 12-ഓ 13-ഓ സീറ്റിൽ കോൺഗ്രസ് UDF സ്ഥാനാർത്ഥികൾ 3-ാം സ്ഥാനത്ത് പോയാൽ പിന്നെ ഭരണം ഉണ്ടാകുക എന്നുള്ളതാണ് UDF-ന് നന്നായി അറിയാം. അതുകൊണ്ട് ഒരുപക്ഷെ വിജയിക്കുന്നതിനേക്കാൾ ഭയം, അവർക്ക് ആഗ്രഹം 2-ാം സ്ഥാനത്തെങ്കിലും വരുന്നതാണ്. ഈ 17 സീറ്റുകളിൽ 2-ാം സ്ഥാനത്ത് വരണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. കാരണം കായംകുളം പോലുള്ള സീറ്റുകളിൽ കോൺഗ്രസ് ഇനി ഒരിക്കലും 2-ാം സ്ഥാനത്ത് എത്തുകയില്ല എന്നുള്ളത് ആൾക്കാർ വിധി എഴുതി കഴിഞ്ഞു, അവിടുത്തെ വോട്ടർമാർ വിധി എഴുതി കഴിഞ്ഞു. അങ്ങനെ പല ജില്ലകളിലും 10 സീറ്റുകളുണ്ട്. അതുകൊണ്ട് ഇനി 3-ാം സ്ഥാനത്തേക്ക് പോകാതെ ഞങ്ങൾ തോറ്റുപോയിക്കോട്ടെ ഈ 17 സീറ്റിലും, എന്നാലും കുഴപ്പമില്ല 2-ാം സ്ഥാനത്ത് വരണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കും UDF നേതാക്കൾക്കും ഉള്ളതെന്നാണ് ആ പാർട്ടിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം CPM-ഉം UDF-ഉം എടുത്ത കണക്കുകൾ ഏറെക്കുറെ വ്യക്തമാണ്. കാരണം ഡിസംബർ മാസത്തിലാണ് ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്.
ഈ ഡിസംബർ മാസത്തിന് മുമ്പ് ഏറെക്കുറെ മണ്ഡലങ്ങളുടെ കാര്യങ്ങളെല്ലാം വിശദമാക്കി ഒരു ചാർട്ട് ചെയ്ത് കൃത്യമായ പുതിയ വോട്ടർമാരെ എത്ര ചേർത്തു, എത്ര പേരെ വോട്ടർമാരെ വോട്ടർ ലിസ്റ്റിൽ വെട്ടി നീക്കി, ഇതെല്ലാം ചെയ്യുന്ന സമയമാണ് ഈ ഡിസംബർ മാസം വരെയുള്ള സമയം. അതുകൊണ്ട് തന്നെ ഈ കണക്കെടുപ്പ് വളരെ ഇതുള്ള കണക്കെടുപ്പാണ്, വളരെ ആഴത്തിലുള്ളതും വളരെ കാര്യങ്ങൾ വസ്തുതകൾ നിരത്തി വെച്ചുള്ള കണക്കെടുപ്പാണ് ഇതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 17 സീറ്റുകളിൽ 3-ാം സ്ഥാനത്ത് പോകുന്ന അവസ്ഥാവിശേഷം, സ്ഥിതിവിശേഷം എങ്ങനെയും ഒഴിവാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത്.